നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആധുനിക് ഹിന്ദി കാവ്യം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ കവിതകളുടെ സമ്മറിയാണ്. അപ്പോൾ ഞാൻ പോയറ്റ്സിനെ പറ്റി പറയുന്നില്ല, ലൈൻ ബൈ ലൈനും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് സമ്മറി മാത്രം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു പോവാണ്, ടൈമിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട്. ആദ്യമായിട്ട് നാഗാർജുന എഴുതിയ ഗുലാബി ചൂടിയാമിൻ്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഗുലാബി ചൂടിയാം, അതായത് പിങ്ക് കളറ് വളകൾ. ഈ കവിതയിൽ അച്ഛൻ മകൾ സ്നേഹവും അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ബന്ധവും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ കവി നാഗാർജുനാണെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുവാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഇങ്ങനെ സീറ്റിലിരിക്കുമ്പം കാണുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ചെറിയൊരു ഹുക്കൊക്കെ പോലെ അതിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്ന പിങ്ക് കളർ നല്ല ഗുലാബി ചൂടിയ വളകളാണ്. ചൂടിയ എന്ന് പറഞ്ഞിട്ട് വളകൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഡ്രൈവറിന് ഒരു മോളുണ്ട്, മകളുടെ വളകളാണെന്ന്. അപ്പോൾ ഈ ഡ്രൈവറും റൈറ്ററും തമ്മിൽ കണ്ണുകൾ കൊണ്ട് അവർ പിതാക്കന്മാരുടെ ആ ഒരു ബന്ധം പാസ് ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ പറയും, മോളുടെ നിധിയാണ് ഈ വളകൾ. അതിങ്ങനെ തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിർബന്ധിച്ച് ഇവളിങ്ങനെ തൂക്കിയിട്ടേക്കാണ് ആ കുഞ്ഞുമകൾ. ഡ്രൈവർ സീറ്റിന് മുന്നിൽ ഗിയറിൻ്റെ മേളിൽ ഒരു ചെറിയൊരു ഹുക്കൊക്കെ പോലെ കാഞ്ച്, അതിലാണ് ഈ പിങ്ക് കളർ 4 വളകൾ അവിടെ ഇട്ടിരിക്കുന്നത്. ഈ ബസ് പോകുന്ന ഗതിക്കനുസരിച്ച് ഇതിങ്ങനെ കുലുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വളകൾ അവിടെ കിടക്കുമ്പോൾ അതാണെങ്കിൽ ഈ ഡ്രൈവറിന് തൻ്റെ മകളുടെ ഓർമ്മകൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ 7 വയസ്സുള്ള കുഞ്ഞുമകൾ അവളുടെ അച്ഛനാണ്. ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വളകൾ കാണുമ്പോൾ പിതാവിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം ഒരു പിതാവുമാണ്, അതേ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ ഈ വളകൾ അദ്ദേഹത്തിൻ്റെ ജോലീൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു പിതാവിൻ്റെ ആ ഒരു ഹൃദയം അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കവി ഇങ്ങനെ ഡ്രൈവറിനോട് ഇതിനെപ്പറ്റി ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം മകളെ പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ ആയി പോവാണ്. ഒരു മിഡിൽ ഏജ്ഡ് മാനാണ് ഈ ഡ്രൈവർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മീശയൊക്കെ ഉണ്ട് മുഖത്ത്. കുട്ടി പറഞ്ഞിട്ട് കേൾക്കാണ്ട് തൻ്റെ ആകെയുള്ളൊരു സ്വത്ത്, അതായത് ഈ വളകൾ അച്ഛൻ്റെ കൺമുൻപിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞിട്ട് കേൾക്കാണ്ട് അവിടെ വെച്ചതാണ്. അദ്ദേഹം വേണ്ടാന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും മകളുടെ വാശിക്ക് മുന്നിൽ ഈ അച്ഛൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അദ്ദേഹം അവസാനം സമ്മതിക്കുകയാണ്. ആ വള അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ, അവിടെ കിടക്കുന്നതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ ഈ ലേഖകനെ നോക്കുമ്പോൾ ലേഖകനും തിരിച്ചതുപോലെ കണ്ണുകളുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് 2 പേർക്കും, ഈ കവിക്കും ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ 2 പേരും അച്ഛന്മാരുടെ ആ ഒരു ഫീലുണ്ടല്ലോ, അതിലേക്കാവാണ് ആ വാത്സല്യവും അച്ഛന്മാരുടെ ആ ഒരു സ്നേഹവും ഭാവവും ഒക്കെ അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണാണ് പരസ്പരം. ഈ വാത്സല്യവും സ്നേഹവും ഒക്കെ കണ്ടിട്ട് കവിയുടെ മനസ്സിലും അതേ ഫീലിങ്സൊക്കെ വരാണ്. കവി പറയാണ്, ഞാനൊരു പിതാവാണ്. അങ്ങനെ പിന്നെ അങ്ങ് പോവാണ്. എന്നിട്ട് ഈ കവി ഇങ്ങനെ പറയാണ്, ഈ വളകൾ, ആ കുഞ്ഞു കുട്ടിയുടെ ഈ വളകൾ ആരുടെയൊക്കെ മനസ്സിനെയാണ് പിടിച്ചുലയ്ക്കാത്തത്, ആർക്കാണ് ഇത് ഇഷ്ടപ്പെടാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്, ഒരു ആത്മകഥം പോലെ. ഇതാണ് ഗുലാബി ചൂടിയ. ഇവിടെ പിതാപുത്രി ബന്ധവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ പറയണത്. അടുത്തതായിട്ട് സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയ വിസ്താവൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു കവിതയുടെ സമ്മറി, ഒരു മലയാളം മീനിങ്ങാണ് അടുത്ത് പറയാൻ പോണത്. ഇന്ന് ഇപ്പോഴത്തെ ടൈമിലുള്ള വ്യക്തികളുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആ ഒരു ഭാവനയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് നഗരത്തിൽ പോവും, നഗരത്തിലുള്ളവർ അതുപേക്ഷിച്ച് മഹാനഗരങ്ങളിലേക്ക് പോവും. ഇതിന് പിന്നിൽ ഈ കുട്ടികൾ പോകുമ്പോഴത്തേക്കിനും മാതാപിതാക്കൾ അവിടെ ഒറ്റപ്പെട്ടു പോവാണ്. ഇങ്ങനെ ഇപ്പം ഒരിടത്തുള്ള ആൾക്ക് അവിടെ വേണ്ട, അയാൾക്ക് കുറച്ചുകൂടി ഉന്നതി വേണം. എല്ലാവരും കുറേ കൂടി അവൈലബിലിറ്റിക്കും ഉന്നതിക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് ഹയർ ആയിട്ടുള്ള ഓപ്ഷൻസ് തിരക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ സ്ഥലം വേണ്ട, അതിൽ കൂടി ഉയർന്ന സ്ഥലമാണ് എല്ലാവർക്കും വേണ്ടത്. അവിടേക്ക് ഉയരാനുള്ള ചിറകുകളാണ് എല്ലാവർക്കും വേണ്ടത്. തൻ്റെ സ്വന്തം സ്ഥലം വേണ്ട, അതിനേക്കാളും കൂടിയ സ്ഥലത്തേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ മക്കൾ പോകുന്നതിൽ ഒരുപാട് ദുഃഖിതരാണ്.
പിന്നെ റിസർവേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. രാജധാനികൾ കുറച്ച് സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. കവികളും ലേഖകരും ഒക്കെ ചെറിയ ചെറിയ സിറ്റീസിലൊന്നും താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കവിടെ അത്ര പ്രശസ്തിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും കൂടിയ സ്ഥലങ്ങളിലേക്ക്, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ വിസ്ഥാപൻ, ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാവരും സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ പ്രസിദ്ധിയും മഹത്വവും കുറേ കൂടി ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ സാധാരണ ജീവിതമല്ല, പകരം ഇച്ഛകൾ, ആഗ്രഹങ്ങളുടെ ഒരു ചുനാവ്, ഒരു തിരഞ്ഞെടുക്കലാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു തിരഞ്ഞെടുക്കലാണ്, ചുനാവാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വിസ്ഥാപൻ. കവി തൻ്റെ കവിതയിലൂടെ ഈ വിസ്ഥാപൻ്റെ ഭാവനയും അതിൻ്റെ ആ ഒരു മഹത്വാകാംക്ഷയും ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് വലിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അതിൻ്റെ ഉള്ള ആഗ്രഹവും അച്ഛനമ്മയുടെ ദുഃഖവും വിരഹവും പിന്നെ ഈ റിസർവേഷൻ്റെ കാര്യവും ഓരോരുത്തരുടെ പ്രതീക്ഷയും കവികളുടെയും ലേഖകരുടെയും പ്രസിദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആഗ്രഹവും ഈ ചെറിയ ചെറിയ സിറ്റീസിലൊന്നും താമസിക്കാൻ ആഗ്രഹിക്കാത്തതും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള തിരഞ്ഞെടുക്കലും തീരുമാനവും അതിലൂടെ കിട്ടുന്ന ഓരോ ഉയർച്ചകളും ഉന്നതികളും ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയണത് ഈ കവിതയിൽ. അതുപോലെ കവിത നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ വിസ്ഥാപൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് ഈ വിസ്ഥാപൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ ഈ ഒരു വിസ്ഥാപൻ കാരണം കുറച്ച് മോശം അവസ്ഥകളുണ്ട്. അച്ഛനമ്മയുടെ ദുഃഖവും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. അടുത്തതായിട്ട് ജ്ഞാനേന്ദ്രപതി എഴുതിയ ആദ്മി കോ പ്യാസ് ലഗ്തി ഹൈ എന്ന് പറയുന്നൊരു കവിതയാണ്. ഈ ആദ്മി കോ പ്യാസ് ലഗ്തി ഹൈയിൽ നമ്മുടെ ഭാരതീയരുടെ ഒരു അവസ്ഥയും ബേരോസ്ഗാരി, അതായത് തൊഴിലില്ലായ്മയും അങ്ങനത്തെയൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെയാണ് കാണിക്കുന്നത്. സോറി കേട്ടോ. ഇതിൽ ഈ റൈറ്റർ, ഷോർട്ടായിട്ട് പറയണേ, ഈ റൈറ്റർ ആണെങ്കിൽ ഉച്ച സമയം ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വാതിലിലൊരു മുട്ട. അത് ഭയങ്കര ചൂടുള്ള ഒരു സമയമായിരിക്കും. മാർച്ച് മാസത്തിൻ്റെയൊക്കെ അവസാനത്തെ നാളുകൾ ഭയങ്കര ചൂടുള്ളതാണ്. അപ്പോൾ ഭയങ്കര ചൂടുള്ള ഒരു ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് പ്രത്യേകിച്ച് ചൂടായിരിക്കും. അപ്പോൾ റൈറ്റർ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മയക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാതിൽ മുട്ട വെക്കണം. അപ്പോൾ ദേഷ്യത്തോടെ പോയി തുറക്കുമ്പോഴോ കാണുന്നത് 2 സെയിൽസ്മാൻ. അവർ നല്ല വെയിറ്റുള്ള ബാഗൊക്കെ തൂക്കി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കായാലും പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അതുപോലെ റൈറ്ററിന് ഭയങ്കര ദേഷ്യം വരാണ്. ആൾ ചീത്ത പറഞ്ഞ് ഇവരവിടെ നോടിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം തൻ്റെ റൂമിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നേരത്തെ കണ്ട ആ 2 സെയിൽസ്മാൻമാർ ഈ ഹാൻഡ് പമ്പ് ഉണ്ടല്ലോ, ഹാൻഡ് പമ്പിൻ്റെ അവിടെ നിന്ന് ഒരാളിങ്ങനെ ബാഗൊക്കെ വെള്ളമാവാണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ടൈയും ഒക്കെ ഇങ്ങനെ പുറകിലേക്ക് ഇട്ടേക്കാണ്. എന്നിട്ട് ഒരാളിങ്ങനെ പമ്പ് ഇങ്ങനെ ചെയ്യുന്നു, മറ്റേ ആളിങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ കൈക്കുമ്പിളിൽ വെള്ളം കോരി കുടിക്കുന്നു. മേത്തൊക്കെ ആവാണ്ട് ശ്രദ്ധിച്ചാണ് കുടിക്കുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ ചുറ്റിനും നിൽക്കുന്ന വലിയ 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 ബിൽഡിങ്സിനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ റൈറ്ററിന് ഇങ്ങനെ തോന്നണം, അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ റൈറ്ററിനപ്പം മനസ്സിലാവാണ്. നേരത്തെ ഓടിച്ച് വിട്ടവരാണ് ഇവർ. ഒന്നാമത് നല്ല ചൂടുള്ള ഉച്ച സമയം, ഈ വെയിറ്റുള്ള ബാഗുകളും തൂക്കിയിട്ട് അവരിങ്ങനെ ഓടി എല്ലാ ബിൽഡിങ്സിൻ്റെയും സ്റ്റെപ്പുകൾ കയറി ഓരോ റൂമിലായിട്ട് പോയി തട്ടി അവരോട് ചോദിക്കും. ഓരോരുത്തന്നും ഒരുപാട് ചീത്തയും ഇൻസൾട്ടും ഒക്കെ കിട്ടാണ്. അവർക്ക് ഒരുപാട് അപമാനം നേരിടേണ്ടി വരുന്നു. പക്ഷെ എന്നാലും അതെല്ലാം മാറ്റിവെച്ച് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ചൂടും വിശപ്പും ദാഹവും ഈ വെയിറ്റും ഒന്നും വകവയ്ക്കാണ്ട്, അവരുടെ ആ ഒരു ക്ഷീണവും ഒന്നും വകവയ്ക്കാണ്ട്, അവർക്ക് കിട്ടുന്ന അപമാനങ്ങളും ഒക്കെ വകവയ്ക്കാണ്ട് മറ്റൊരു ഡോറിൽ പോയി മുട്ടിയിട്ട് പുഞ്ചിരിയോടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് പുഞ്ചിരിച്ചു കൊണ്ട് അടുത്ത റൂമിൻ്റെ മുന്നിൽ പോയി പ്രതീക്ഷയോടെ മുട്ടുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ലേഖകന് ഭയങ്കര സങ്കടം തോന്നുന്നു. എന്നിട്ട് ലേഖകൻ പറയാണ്, നമ്മൾ ഭാരതീയർ ഇപ്പം ബഹുരാഷ്ട്രീയ കമ്പനികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. ഈ മനുഷ്യർ ഇവരെല്ലാം ഭാരതീയരുടെ പ്രൊഡക്റ്റാണ്, ഭാരതീയരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവർ കൊണ്ടുവരുന്ന പ്രൊഡക്ട്സും ഈ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബഹുരാഷ്ട്രീയ കമ്പനികൾ ഉണ്ടാക്കുന്ന
മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്നതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്സ് കാണും. പക്ഷേ നമ്മൾ ഇതൊന്നും മേടിക്കാണ്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മളായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു ഉപയോഗം കിട്ടുന്നില്ല. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സഹോദരങ്ങൾക്കാണ് നഷ്ടമുണ്ടാവുന്നത്. മറ്റ് കമ്പനികളാണെങ്കിൽ ഇങ്ങനെ വളർന്ന് പോവാണ്, നമ്മുടെ രാജ്യമോ താഴേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും ഈ ഒരു ഇഷ്യൂസൊക്കെയാണ് ഇതിൽ പറയണത്. ഇനി അടുത്ത് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ നർഹോനെ നിരാശ് കരോ മൻകോ. നർഹോ മനുഷ്യരാണ്, ഞാൻ നിരാശ് കരോ ഒരിക്കലും നിരാശരാകരുത് മനസ്സിനെ. അതാണ് ഈ ഒരു ഹെഡ്ലൈൻ, അതിൻ്റെ അർത്ഥം. ഇനി പോയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇതിൽ പറയണത്. മനുഷ്യരാണ്, നിരാശരാകരുത്, മനസ്സിലൊരിക്കലും തളർത്തരുത് എന്നൊക്കെയാണ് ഇതിൽ കവി പറയാണ്. എന്തെങ്കിലും വർക്ക് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, എന്തെങ്കിലും പേരുണ്ടാക്കൂ. അതായത് ജോലി ചെയ്യൂ, ചുമ്മാ ഇരിക്കരുത്, ജോലി ചെയ്യൂ, നിങ്ങൾ നല്ലൊരു പേരുണ്ടാക്കൂ. നിങ്ങളുടെ ഈ ഒരു ജന്മം, ഈശ്വരൻ തന്ന ജന്മം, അത് ഒരർത്ഥവത്താക്കൂ, ഒരിക്കലും അത് വ്യർത്ഥമാക്കരുത്. നിങ്ങളുടെ ഈ ലൈഫിൻ്റെ വാല്യൂ മനസ്സിലാക്കൂ, അതിനെ ഉപയോഗിക്കൂ. മനുഷ്യരാണ്, ഒരിക്കലും മനസ്സിൽ നിരാശരാക്കരുത്. ഈ ഒരു സുവർണ്ണ അവസരം, ജീവനെന്ന് പറയുന്ന ഈ ഒരു സുവർണ്ണ അവസരം ഒരിക്കലും പാഴാക്കരുത്, ഒരിക്കലും നിങ്ങൾ വ്യർത്ഥമാക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കൂ, അതിനെ സ്വയം പ്രശസ്തരാകൂ, സ്വയം മുന്നേറൂ. ഈശ്വരൻ നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട്, ആ അവസരങ്ങൾ ഉപയോഗിക്കൂ. മനുഷ്യരാണ്, ഒരിക്കലും നിരാശരാകരുത്. പിന്നെ പറഞ്ഞ ഈശ്വരൻ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, വീടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. നമ്മളതിനെ യൂസ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഈ ലൈഫ്, നമ്മുടെ ബോഡി, മനസ്സ് എല്ലാം യൂസ് ചെയ്യണം. ഒരിക്കലും അത് വ്യർത്ഥമാക്കരുത്, ഈ ഒരു വിലപ്പെട്ട ഈ ഒരു ജീവിതം. മനുഷ്യരാണ്, ഒരിക്കലും നിരാശരാകരുത്. വിധിയെ പഴിചാരി ഇരിക്കരുത്. വിധി കാരണമാണെന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. നമ്മൾ സ്വയം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കണം. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഉദ്യമം അതിനെ സാക്ഷാത്കരിക്കണം. ഒരിക്കലും നിഷ്ക്രിയരാകരുത്, പ്രവർത്തിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക, ഒരിക്കലും നിരാശരാകരുത്. ഇതൊക്കെയാണ് ഇതിൽ പറയണത്. മനുഷ്യരാണ്, നിരാശരാകരുത്, എപ്പോഴും വർക്ക് ചെയ്യണം, ഒരു പേരുണ്ടാക്കണം, ഈശ്വരനെല്ലാം തന്നിട്ടുണ്ട്, അതിനെ യൂസ് ചെയ്യണം, ജീവൻ ഒരിക്കലും വ്യർത്ഥമാക്കരുത്. അടുത്ത് ജയശങ്കർ പ്രസാദ് എഴുതിയ സബ് ജീവൻ ബീത്താ ജാത്താ ഹെ. എല്ലാവരും ജീവിതം കഴിച്ചു കൂട്ടുന്നു, സബ് ജീവൻ ബീത്താ ജാത്താ ഹെ. ഇനി ഇതിൻ്റെ സമറി നോക്കാം. ഇതിൽ പറയുന്നത് സമയം ഒരിക്കലും ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കത്തില്ല. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെവിടെയാണ് വിളിക്കുന്നത്? ഇപ്പം നടന്നത് പോലും പാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഇങ്ങനെ മുന്നോട്ട്, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭാവിയിൽ പോരാട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാവരും ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് അതുകൊണ്ട് വിളിക്കുന്നത്? കാളയും ചാലും കാറ്റും എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മേഘവും മിന്നലും എല്ലാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇതിനെയൊക്കെ തടയാൻ പറ്റുന്നത്? ആർക്കാണ് ഈ ലൈഫിനെ തടയാൻ പറ്റുന്നത്? ജീവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ ആർക്ക് തടയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഗതിക്കനുസരിച്ച് മുന്നോട്ട് പോകണം. ഈ ഓടക്കുഴൽ അതിൻ്റെ വഴിക്ക് വായിക്കാൻ വിട്ടോളൂ. ഈ മധുരമുള്ള സ്വരത്തിന് അത് വന്നോട്ടെ, അതിനാരും തടയേണ്ട ആവശ്യമില്ല. കണ്ണുകൾ അടച്ച് പാട്ടിനെ അതിൻ്റെ വഴിക്ക് വിടൂ. നമുക്ക് എന്തൊക്കെ വരുന്നോ, നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. നമ്മളൊന്നിനും തടഞ്ഞു വെക്കാൻ പാടില്ല, തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ അവസരം ഒന്നിനു വേണ്ടിയിട്ടും, അവസരവും സമയവും ഒന്നും ആർക്കും വേണ്ടി ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിൽക്കത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഗതിക്കനുസരിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഈ സബ് ജീവൻ ബീത്താ ജാത്താ ഹെയിൽ പറയണത്. അടുത്ത് ഹരിവംശറായ് ബച്ചൻ എഴുതിയ കോശിഷ് കർണേ വാലോങ്കി കബി ഹാർ നഹി ഹോത്തി. അതായത് ട്രൈ ചെയ്യുന്നവർ ഒരിക്കലും തോറ്റു പോകത്തില്ല. ഹാർ എന്ന് പറഞ്ഞാൽ ഫെയിലർ, അതൊരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ് ഇതിൽ പറയണത്. ഇനി ഇതിൻ്റെ സമ്മറി നോക്കാം. ഈ തിരമാലകളിലൂടെ ഫൈറ്റ് ചെയ്താണ് ഒരു തോണി മുന്നേക്ക് പോകുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ ഒരിക്കലും തോക്കത്തില്ല. ചെറിയൊരു ഉറുമ്പ് ധാന്യം എടുത്തുകൊണ്ട് പോവും. അത് ചുമരിലേക്ക് കയറുമ്പോൾ പലതവണ വീഴും, പക്ഷേ അതൊരിക്കലും നിർത്തത്തില്ല. മനസ്സിൻ്റെ വിശ്വാസം അത് ഞരമ്പുകളിൽ ധൈര്യം നിറയ്ക്കുന്നു. നമ്മൾ കയറും തോറും വീഴും തോറും കയറും. അങ്ങനെ തെറ്റുകൾ പറ്റും, തെറ്റുകളിലൂടെയാണ് നമ്മൾ മുന്നേക്ക് പോകുന്നത്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. കാരണം
ഈ ട്രൈ ചെയ്യുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് സക്സസ് ആവുന്നത്. അവരൊരിക്കലും തോറ്റു പോകത്തില്ല. ഡുബ്കിയ എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധൻ. അവർ സിന്ധു നദിയിൽ മുങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ മുങ്ങിയിട്ട് വെറും കൈയോടെ, ഒഴിഞ്ഞ കൈകളോടെ മടങ്ങിയെത്തുന്നു. ഈ മുത്ത് വെള്ളത്തിൻ്റെ ആഴങ്ങളിലാണുള്ളത്. അത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ അവർ വെറും കൈയോടെയാണ് പൊങ്ങുന്നതെങ്കിലും അവരുടെ ആവേശം ഏറുകയാണ് ചെയ്യുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടുന്നത് വരെ, ആ മുത്ത് കിട്ടുന്നത് വരെ അവരിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും, മുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഉത്സാഹത്തിൽ നിന്നാണ് അത്ഭുതം ഉണ്ടാകുന്നത്. അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, നമ്മൾ സക്സസ് ആവും വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരിക്കലും കൈ കാലിയായിട്ടിരിക്കത്തില്ല. എപ്പോഴും ട്രൈ ചെയ്യുന്നവരൊരിക്കലും പരാജയപ്പെടുത്തില്ല എന്നാണ് അതിനർത്ഥം. ഇനി ഈ തോൽവി, അസഫലത, പരാജയം എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, ഒരു ചുനൗത്തിയാണ്, വെല്ലുവിളിയാണ്. അതിനെ ഒന്നിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുറവ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടമായത്, എവിടെയാണ് നമ്മുടെ ഫോൾട്ട്, അതിനെ കണ്ട് മനസ്സിലാക്കി അതിനെ ബെറ്ററാക്കുക, മെച്ചപ്പെടുത്തുക. എപ്പോൾ നമ്മൾ ജയിക്കുമോ, എപ്പോൾ നമ്മൾ വിജയം പ്രാപിക്കുമോ അതുവരെയും ഉറക്കവും സമാധാനവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സക്സസ്സിന് വേണ്ടി വർക്ക് ചെയ്യണം. യുദ്ധക്കളം പോലെയുള്ള ഈ ജീവിതം, അതായത് സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ കാരണം യുദ്ധക്കളം പോലെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഓടിപ്പോകരുത്. നമ്മളത് ഫൈറ്റ് ചെയ്യണം. നമ്മൾ സക്സസ് കിട്ടും വരെ മുന്നോട്ട് പോകണം. ഒന്നും ചെയ്യാണ്ട് ആരും നമുക്ക് സക്സസ് തരത്തില്ല. കാരണം പ്രയത്നിക്കുന്നവർക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാവുള്ളൂ. അവരൊരിക്കലും തോറ്റു പോകത്തില്ല. ഇതാണ് കോശിഷ് കർനെ വാലെങ്കി കഭി ഹാർ നഹീ ഹോത്തി എന്ന് പറയുന്ന ഈ കവിത. അടുത്തൊരു കവിത സുമിത്രാനന്ദൻ പന്ത് എഴുതിയ ചോർ ധ്രുമോം കി മൃദുഛായ. ധ്രുമം എന്ന് പറഞ്ഞാൽ പേട്, മൃദുഛായ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഷാഡോ. ഇതിൽ കവി തൻ്റെ പ്രിയതമയും പ്രകൃതിയും തമ്മിലുള്ള ആകർഷണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കവിയുടെ മനസ്സ് പ്രകൃതിയെ ചൂസ് ചെയ്യണോ അതോ സ്ത്രീയെ, തൻ്റെ പ്രിയതമയെ ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കവി ഇങ്ങനെ പ്രകൃതിൻ്റെ സൗന്ദര്യവും പ്രിയതമയുടെ സൗന്ദര്യവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏത് സെലക്ട് ചെയ്യണം. പ്രിയതമേനെ സെലക്ട് ചെയ്താൽ പ്രകൃതിയെ നഷ്ടപ്പെടണം. കാരണം പ്രണയം എന്ന് പറയുന്നത് ഒരു ലാഭനഷ്ടം പോലെയാണ്. അതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ പ്രിയതമേനെ ചൂസ് ചെയ്യണമെങ്കിൽ പ്രകൃതിയെ നഷ്ടപ്പെടുത്തണം. ഇനി പ്രകൃതിയുടെ മായ, പ്രിയതമയുടെ മുടിക്കെട്ട്, അതിലിങ്ങനെ താനിങ്ങനെ തൻ്റെ കണ്ണുകളിങ്ങനെ കുരുക്കിയിടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതിയെ മറക്കുന്നത്? ഈ പ്രകൃതിയുടെ തരംഗങ്ങളെ, വേവ്സിനെ, സമുദ്രത്തിൻ്റെ ലഹരം, അതിൻ്റെ ആ വേവ്സിനെ എങ്ങനെയാണ് അദ്ദേഹം മറക്കുന്നത്? മഴവില്ലിൻ്റെ നിറങ്ങളെ, ഈ പുരികക്കൊടി, പ്രേമികയുടെ ഈ പുരികക്കൊടികൾ, അതിൻ്റെ ആ ഒരു സൗന്ദര്യത്തിന് മുന്നിൽ എങ്ങനെയാണ് മഴവില്ലിൻ്റെ നിറങ്ങളെ മറക്കുന്നത്? മാൻകുട്ടിയെ പോലെയുള്ള ആ കണ്ണുകൾ, ആ ഒരു സൗന്ദര്യത്തിന് മുന്നിൽ എങ്ങനെയാണ് ഈ ഭൂമിയെ മറക്കുന്നത്? ഇനി കുയിലിൻ്റെ മനോഹരമായ സ്വരം, മധുകർ, ഭ്രമർ, വണ്ടിൻ്റെ മധുരമായിട്ടുള്ള ആ ഒരു മൂളൽ, കുഞ്ചർ, ഇതിൻ്റെ മുന്നിൽ പ്രിയ സഖിയുടെ ശബ്ദം, മനോഹരമായിട്ടുള്ള ശബ്ദം. ഇതിലേത് ഞാൻ സെലക്ട് ചെയ്യുമെന്നൊരു കൺഫ്യൂഷനാണ് കവിക്ക്. കവി എന്നിട്ട് പറയാണ്, ഇപ്പം തന്നെ ഈ ഭൂമിനെ മറക്കൂ. ഉഷസ്, രാവിലെ പ്രഭാതത്തിൽ പുഞ്ചിരിക്കുന്ന ഉത്സാഹിതരാകുന്ന ഇലകൾ. അതായത് ഈ ഒരു പ്രകാശരശ്മികളിൽ പ്രകൃതി ഇങ്ങനെ സജീവത പ്രാപിച്ചിരിക്കുകയാണ്. ആ ഒരു സജീവതയിൽ ഈ പ്രിയതമയുടെ അധരം നൽകുന്ന അമൃതിൻ്റെ മധുരത്തിൽ, ആ ഒരു മാധുര്യത്തിൽ അതിൽ എൻജോയ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഒഴുക്കിക്കളയുക, വേസ്റ്റാക്കുക, തൻ്റെ ലൈഫ് എങ്ങനെയായി ഈ ഒരു അധരാമൃതത്തിൽ ഒഴുക്കിക്കളയുക, മറക്കുക ഈ പ്രകൃതിനെ. എന്നിട്ട് തന്നെ കവി പറയാണ്, ഇപ്പം തന്നെ മറക്കൂ, ഈ ഭൂമിയെ മറക്കൂ എന്ന്. കാരണം കവിയുടെ ആത്മസംഘർഷമാണ് പ്രകൃതിനെ ചൂസ് ചെയ്യോ പ്രിയതമേനെ ചൂസ് ചെയ്യോ എന്നുള്ളത്. അടുത്തതായിട്ട് മഹാദേവ് വർമ്മ എഴുതിയ ഉർ തിമിരമായി ഹർ തിമിരമായി. ഇതിലും ലവറിനോട്, തൻ്റെ പ്രേമികയോട് പറയാണ്, ജീവിതത്തിൻ്റെ പ്രകാശവുമായിട്ട്, വിളക്കുമായിട്ട് തിരിച്ചു വരൂ. രാവും പകലും പ്രിയതമേനെ കാത്തിരുന്ന് ഇങ്ങനെ ഒരുപാട് ദുഃഖിതനാണ്. ഉടഞ്ഞു പോയ കണ്ണാടി പോലെ തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ലൈഫും പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ ശൂന്യമാണ് തൻ്റെ ജീവിതം. പിന്നെയും സുന്ദരത കൊണ്ടുവരൂ, തിരിച്ചു വരൂ എൻ്റെ ജീവിതത്തിലേക്ക്. ലൈഫിൽ മൊത്തം വ്യാകുലത, ഇരുട്ട്, ആകുലത വ്യാപിച്ചിരിക്കുകയാണ്. ഹൃദയത്തിൽ
ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ശ്വാസം ഈ വനത്തിൽ പെട്ടിരിക്കുന്ന പോലെയാണ്. ഈ നിബിഡ വനം പോലെയൊക്കെയാണ്. കൺപോളകൾ, ചിപ്പി പോലെയുള്ള കൺപോളകൾ, അതായത് കണ്ണുനീരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. കണ്ണുനീരിൻ്റെ മുത്ത് ചിപ്പി പോലെയുള്ള കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തിരിച്ചു വരൂ എൻ്റെ ലൈഫിൽ, തിരിച്ച് സന്തോഷം കൊണ്ടുതരൂ എന്നൊക്കെയാണ് കവി പറയണത്. കവിയല്ല, ഒരു ലവ്വർ തൻ്റെ പ്രിയതമയോട് പറയാണ്. അപ്പോൾ പ്രേമി പറയാണിതൊക്കെ. ഇവരൊന്നിച്ചിട്ടുണ്ടായിരുന്ന സമയത്തും ഈ ഒരു പ്രേമിക ഉറക്കത്തിൽ ഇങ്ങനെ പുഞ്ചിരിക്കുകയും സ്വപ്നങ്ങൾ കാണുകയും ഞെട്ടിയുണരുകയും പിന്നെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോഴും ഈ പ്രേമിക്ക് ഉറക്കമില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന് ഉറക്കമില്ല. അപ്പോൾ പറയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് കടന്നു വരൂ, എനിക്ക് ഉറക്കം വേണം, നീ ഒരു ഗിഫ്റ്റായിട്ട് ആ ഉറക്കം, എൻ്റെ ഉറക്കം തിരിച്ചു തരൂ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പ്രേമി. അതായത് പ്രിയതമ പോയതിന് ശേഷം ലൈഫ് ഭയങ്കര മോശം അവസ്ഥയിലാണ്. അപ്പോൾ തിരിച്ചു വരൂ, തിരിച്ചു വന്ന് ആ പഴയൊരു മാധുര്യം, ജീവിതത്തിൻ്റെ പ്രകാശം, ഉറക്കം എല്ലാം തിരിച്ചു തരുമെന്നാണ് പറയണത്. അടുത്തതായിട്ട് അനാമിക എഴുതിയ നമുക്കെന്ന് പറയുന്ന കവിത. ഇതിൽ നമുക്കിനെ കുറേ സംഭവങ്ങളായിട്ടാണ് കവയത്രി കമ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യം പറയാണ് നമുക്ക്, ഉപ്പ്. അത് ദുഃഖത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ ഭൂമിയുടെ സ്വാദും ഒക്കെ ഈ ഉപ്പ് രസമാണ്, ഉപ്പാണ്. ദുഃഖത്തിൽ ഉപ്പുണ്ട്, സ്വാദിനും ഉപ്പ് ഒരു കാരണമാണ്. ഭൂമിയിൽ 3 ഭാഗവും ഉപ്പുവെള്ളമാണ്. ആദ്മി, മനുഷ്യൻ്റെ മനസ്സ് ഉപ്പിൻ്റെ ഒരു പഹാഡ്, ഒരു മലയാണ്. അതായത് ആദ്മീൻ്റെ ദില്ല്, മനസ്സ് ഉപ്പിൻ്റെ ഒരു മല പോലെ ഹാർഡാണ്. അടുത്ത് പറയാണ് ഉപ്പിൻ്റെ മനസ്സ് ഭയങ്കര കംസോർ, വീക്കാണ്, പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. എന്നിട്ട് പറയാണ് ഉപ്പ് ദാലിൽ ഉപ്പ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ സ്ത്രീകളുടെ മനസ്സ് ദുഃഖത്തിൽ നിന്ന്, അതായത് ദുഃഖം അവരുടെ കണ്ണുകളിലൂടെ ഉപ്പായിട്ട് ഒഴുകുവാണ്. അതായത് കറികളിൽ ഉപ്പ് കൂടിപ്പോയാലും കുറഞ്ഞുപോയാലും പ്രശ്നമാണ്. ആ സമയത്ത് പാത്രങ്ങൾ വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ നിന്നും ഉപ്പ് അവിടെ വീക്കാവുകയാണ്. അടുത്ത് ഉപ്പിൻ്റെ പാത്രം പോലെയാണ് സർക്കാർ ഓഫീസുകളെ അടുത്ത് കവയിത്രി പറയണത്. അതായത് ഒരു കാര്യത്തിനിങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ഉപ്പുപാത്രം പോലെയാണ് സർക്കാർ ഓഫീസുകളെ അടുത്ത് കവയിത്രി പറയണത്. എന്നിട്ട് പറയാണ് സ്ത്രീകളെ പറ്റിയിട്ട്, സ്ത്രീകളുടെ മുഖത്ത്, ഏതൊക്കെ സ്ത്രീകളുടെ മുഖത്താണോ നമുക്ക്, അവരോട് ചോദിക്കൂ അതെത്ര ഭാരമുള്ളതായിട്ട് തോന്നുന്നു ആ മുഖത്തുള്ള ആ ഒരു ഉപ്പ്. അതായത് അവരുടെ ആ ദുഃഖത്തെയാണ് നമുക്കായിട്ട് ഇവിടെ പറയണത്. അടുത്ത് ഉപ്പിൻ്റെ പേരിലാണ് ഈ ലോകത്ത് ഒരുപാട്, അതായത് ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്നില്ലേ. അപ്പോൾ ഉപ്പിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ നദിയുടെ തീരത്ത്, മഹാസാഗരത്തിൻ്റെ തീരത്ത്. ഗാന്ധിജിക്ക് അറിയായിരുന്നു ഉപ്പിൻ്റെ വാല്യൂ, അതുകൊണ്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ അമരൂദ്, ഈ പേരയ്ക്ക വിൽക്കുന്ന കടക്കാരനും അറിയാം ഉപ്പിൻ്റെ വാല്യൂ. കാരണം ഈ പേരയ്ക്കയിൽ ഉപ്പൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് കൂടൂലേ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടായാലും ഇല്ലേലും ഉപ്പ് അതെല്ലാം എപ്പോഴും ഇരിക്കും. ഈശ്വരൻ്റെ കണ്ണുനീരും മനുഷ്യൻ്റെ വിയർപ്പും എല്ലാത്തിലും ഉപ്പുണ്ട്. ഈ ലോകത്ത് എല്ലാത്തിലും ഉപ്പുണ്ട്. ഉപ്പിൻ്റെ വാല്യൂ ആണ് ഇവിടെ കവയിത്രി പറയണത്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തേക്കാണ്. ഇനി അങ്ങോട്ട് സ്ത്രീ വിമർശന കവിതകളാണ്. ആദ്യം നിർമ്മല പുത്തുള്ള എഴുതിയ ക്യാ തും ജാൻതേ ഹോ. നിങ്ങൾക്കറിയാമോ? ഇതിലാണെങ്കിൽ സ്ത്രീനെ പറ്റി നാരി വിമർശനമാണ് ഇതിൽ പറയണത്. ഇതിൽ കവയിത്രി ചോദിക്കുകയാണ്, പുരുഷനിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു സ്ത്രീയുടെ ഏകാന്തത, അവളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? വീട്, സ്നേഹം, ജാതി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീക്ക് അവളുടേതായിട്ടൊരു സ്ഥലം, അവളുടേതായിട്ടൊരു ഭൂമി, അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാവോ വർഷങ്ങളായിട്ട് ഒരു സ്ത്രീ അവൾക്കായിട്ടുള്ളൊരു വീടിന് വേണ്ടിയിട്ട് അവളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് അവളുടെ വീടിൻ്റെ അഡ്രസ്സ്, അവളുടെ സ്വന്തം ഒരു വീടിൻ്റെ അഡ്രസ്സ്, അതിനു വേണ്ടിയിട്ട് അവൾ വർഷങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ അവളുടെ കൽപ്പനകളിൽ, അവളുടെ സ്വപ്നങ്ങളിൽ, ഇമാജിനേഷനിൽ ഇത്ര സമയം കൊണ്ടാണ് അവൾ ഒരിടത്ത് സ്വയം സ്ഥാപിക്കപ്പെടുകയും ഒരു പെട്ടെന്നൊരു മാറ്റം അവൾ ചെയ്യുന്നത്. ഒരു സ്ത്രീ
അതുപോലെ മറ്റാർക്കെങ്കിലും പറ്റും. സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്ന് പറിച്ച് നടുവാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട്. അവിടെ അവൾ പെട്ടെന്ന് അങ്ങ് അഡ്ജസ്റ്റ് ആവുകയാണ്. അപ്പോൾ അവളുടെ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു സ്ഥാപിക്കപ്പെടൽ, പറിച്ച് നടീൽ, ആ ഒരു നിർവാസിത മാറ്റം നിങ്ങൾക്ക് അതറിയാമോ? അവളുടെ ഒരു സമയം ഒരേ സമയത്ത് ഇങ്ങനെ മാറ്റപ്പെടുന്ന അമ്മയായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ആ ഒരു മാറ്റമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വപ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സ്ത്രീയുടെ പുറകെ പോയാൽ അവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബന്ധങ്ങളുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ സ്വയം ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ, അവളെപ്പറ്റി നിങ്ങൾക്കറിയാവോ? ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് അവളുടെ ശരീരത്തെ മാത്രം നോക്കാണ്ട് അവളുടെ മനസ്സിൻ്റെ കെട്ടുകളെ, കുരുക്കുകളെ തുറന്ന് അവളുടെ അവളുടെ മനസ്സിനുള്ളിൽ തിളച്ച് മറിയുന്ന ആ ഒരു ചരിത്രം, അത് നിങ്ങളെപ്പോഴേലും വായിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴേലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളെന്തെങ്കിലും ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ ഉമ്മറപ്പടിയിൽ മൗനമായിട്ട് നിൽക്കുന്ന അവളുടെ ശബ്ദങ്ങളെ നിങ്ങളെപ്പോഴും വായിച്ചിട്ടുണ്ടോ? അവളുടെ മുഖത്ത് നിന്ന് ഒരു ജീവനെ ഉള്ളിൽ വഹിക്കുന്നവളാണ് അവൾ. അവളുടെ ഉള്ളിലുള്ള ആ ഒരു വംശബീജം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പുരുഷന്മാരോട് ചോദിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവളുടെ ഉള്ളിലുള്ള ആ ഒരു വളർച്ച, ഒരു ജഡം, അവളുടെ ഉള്ളിൽ ഒരു ജീവൻ ഇങ്ങനെ വരുന്നത്. ഒരു സ്ത്രീയുടെ എല്ലാ ബന്ധങ്ങളുടെ, എല്ലാ റിലേഷൻഷിപ്സിൻ്റെയും വ്യാകരണം അത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീയെ അവളുടെ ദൃഷ്ടിയിൽ നിന്ന്, ഒരു സ്ത്രീൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കണ്ടുകൊണ്ട് അവളുടെ സ്ത്രീത്വത്തിൻ്റെ പരിഭാഷ, ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റത്തില്ല. ഇനി പറ്റിയില്ലെങ്കിൽ അടുക്കളയിൽ നിന്നും കിടക്കയിൽ നിന്നും ഒക്കെ വേറെയായിട്ട് അവളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഒരു സ്ത്രീയെപ്പറ്റി അടുക്കളയിൽ നിന്നും കിടക്കയൊന്നും അല്ലാണ്ട് എന്തറിയാം? ഇതാണ് ഈ കവിത. ഇത് പുരുഷന്മാരോട് സ്ത്രീയെപ്പറ്റി ഇങ്ങനെ നാരീവിമർശമാണ്, സ്ത്രീയെപ്പറ്റി ഇങ്ങനെ ചോദിക്കുന്നതാണ്. അടുത്തതായിട്ട് ട്രാൻസ്ജെൻഡറിനെ പറ്റി കിന്നർ വിമർശമാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് നിവേദിത ചഴുതി കിന്നർ എന്ന് പറയുന്ന കവിത. പണ്ട് തൊട്ടേ ഈ കിന്നർ, ആദ്യകാലം തൊട്ടേ രാമായണത്തിലും മഹാഭാരതത്തിലും ഇസ്ലാമിലും ഹിന്ദുവിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ കിന്നറിന് ഇവരുടേതായിട്ടുള്ള ഒരു അസ്തിത്വം ഇല്ല. അത് പണ്ട് തൊട്ടേ ഇവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലോകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടേതായിട്ടൊരു ഐഡൻറ്റിറ്റി. അപ്പോൾ അർദ്ധനാരീശ്വരനായിട്ട് പറഞ്ഞാൽ ഇവരെ മനസ്സിലാവും, അതിനൊരു പരിഭാഷ കിട്ടും. നിങ്ങൾക്ക് ജന്മം തരുന്ന ഗർഭപാത്രം, അതിൽ നിന്ന് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ദുഃഖം അനുഭവിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് തന്നെ ഒരു സെപ്പറേഷൻ. ജനിക്കുമ്പോൾ തൊട്ടേ നിങ്ങൾക്ക് വേദനകൾ സഹിക്കേണ്ടി വരികയാണ്, വിഷമങ്ങൾ ഉണ്ടാവുകയാണ്. ഭയങ്കര വേദനയോടെ അമ്മ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ആ അമ്മയുടെ ആ ഒരു മടിത്തട്ട് തന്നെ ഈ ഒരു കിന്നറാണെന്നറിയുമ്പോൾ തിരസ്കരിക്കുകയാണ്. ആരെയൊക്കെയോ ഭയന്നിട്ട്, എന്തിനൊക്കെയോ തന്നിൽ നിന്ന് ഈ കുഞ്ഞിനെ പറിച്ചെടുത്ത് കൊണ്ട് പോകുമെന്ന് ഭയന്നിട്ട് അമ്മ ഈ കുഞ്ഞിനെ ഇങ്ങനെ തൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ മറച്ച് വെക്കുകയാണ്. ആരെങ്കിലും ഈ കുട്ടി ഒരു കിന്നറാണ്, ട്രാൻസ്ജെൻഡറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ നിന്ന് അകത്തിക്കൊണ്ട് പറിച്ചെടുത്തുകൊണ്ട് പോകും. രാത്രിയെ ഭയപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു കുട്ടി കഴിയുന്നത്. അവരമ്മ ഭയപ്പെടുകയാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ. ചില സമയത്ത് സ്ത്രീയായിട്ടും തോന്നും, ചില സമയത്ത് പുരുഷനായിട്ടും തോന്നും. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ മിശ്രണമാണല്ലോ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരുപാട് മുറിവുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ആർക്കും നിങ്ങളുടെ വേദനകൾ, മുറിവുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കാണാൻ താല്പര്യമില്ല. നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം കടന്നു പോവാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഓരോരുത്തരെ പ്രീതിപ്പെടുത്താനായിട്ട് കഷ്ടപ്പെടുകയാണ്. അതിനായിട്ട് നിങ്ങൾ കൈയടിക്കുന്നു, നിർത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഓരോരുത്തരെ അനുഗ്രഹിക്കാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഇവർക്ക് ശക്തി കിട്ടിയതെന്നൊക്കെ. അതായത് ഇവർ ശുഭലക്ഷണമായിട്ടും കാണുന്നുണ്ട്, ആശീർവാദം കൊടുക്കുന്നുണ്ട്. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇങ്ങനെ ഇവരിൽ നിന്ന് ആശീർവാദം കിട്ടുന്നത് നല്ല ലക്ഷണമായിട്ട്, ശുഭലക്ഷണമായിട്ടൊക്കെ കാണുന്നുണ്ട് കുറച്ച് മിത്തോളജീസിലൊക്കെ. നിങ്ങൾക്കായി നിങ്ങളുടേതായിട്ടുള്ള ഒരു രാത്രി ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവർ ഈ വേഷം കെട്ടിയിട്ടല്ലേ നടക്കുന്ന, സ്വർണവും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അഴിച്ച് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രാത്രി വരും.
കരച്ചിലിൻ്റെ രാത്രി സ്വന്തം വീടിനെ ഓർമ്മിച്ച്, കുട്ടിക്കാലത്തെ ഓർമ്മിച്ച്, ഉപേക്ഷിക്കപ്പെട്ട വീടിനെ ഓർമ്മിച്ച്, വലിയ ചുവന്ന വണ്ടികളിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെട്ട്, ആ രീതിയിൽ കൊണ്ടുപോകപ്പെട്ട്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ദുഃഖം നിറഞ്ഞ ഓർമ്മകൾ, ഇതിൻ്റെയൊക്കെ ഒരു രാത്രി, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു രാത്രി ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞു പോകും എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ലൈഫ്, അതിനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ തുറന്ന് കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് കാത്യായനി എഴുതിയ ഈ സ്ത്രീ സൈഡ് ആരോ, ഈ സ്ത്രീയെ ഭയപ്പെടൂ, പേടിക്കൂ. ഇതിൻ്റെ മീനിങ് ആണെങ്കിൽ, ഈ സ്ത്രീ അവൾക്കെല്ലാം അറിയാം. കൂടിനെ പറ്റി, പിഞ്ചിലെന്ന് പറഞ്ഞാൽ കൂടിനെ പറ്റി അറിയാം, ജാൽ കെണീനെ പറ്റി അറിയാം, മെക്കാനിസം യന്ത്രണാഗ്രഹം മെഷീൻസിനെ പറ്റി അറിയാം, എല്ലാം അറിയാം. അവളോട് കൂടിനെ പറ്റി ചോദിക്കും, അവൾ പറയും ഈ അനന്തമായിട്ടുള്ള അവളോട് കൂടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവൾ അനന്തമായിട്ടുള്ള നീല ആകാശത്തെ പറ്റി, അതിൻ്റെ വിസ്താരത്തെ പറ്റി, അതിൽ പറക്കാനുള്ള രോമാഞ്ചത്തെ പറ്റിയൊക്കെ പറയും. അടുത്ത അവളോട് വലയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അവൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളെപ്പറ്റി, അതിലേക്ക് മുങ്ങിപ്പോകുന്നതിനെ പറ്റി, നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി, അവളുടെ സ്വപ്നങ്ങളെപ്പറ്റി അവൾ പറയും. ഇനി മെഷീൻസിനെ പറ്റി, അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവൾ പാട്ട് പാടാൻ തുടങ്ങും. സ്നേഹത്തെപ്പറ്റി, അതിനെ പറ്റിയിട്ടുള്ളൊരു ഗീതം അവൾ പാടും. ശരിക്കും പറഞ്ഞാൽ അവൾ പറയുന്നതെല്ലാം ഓപ്പോസിറ്റായിരിക്കും. അവൾ ഒരു കാര്യം ചോദിക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് അവൾ പറയണത്. അത് നിങ്ങൾ ഊഹിച്ചെടുക്കുക അവളെന്താ പറയുന്നതെന്ന്. അവളെ മനസ്സിലാക്കൂ, അവളെ ഭയപ്പെടൂ, അവളെ തിരിച്ചറിയൂ എന്നൊക്കെയാണ് പറയണത്. അതായത് ഈ കൂടിനെ പറ്റി ചോദിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്ന അവളെ സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പറയണത്. അവളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്ന അവളെപ്പറ്റി, അവളുടെ ആഗ്രഹങ്ങളെപ്പറ്റി. അപ്പോൾ അവൾ എല്ലാം ഓപ്പോസിറ്റാണ് പറയണത്. അതിനെയൊക്കെ മനസ്സിലാക്കൂ, അവളെ ഭയപ്പെടൂ, അത് തിരിച്ചറിയൂ, അവളെല്ലാം ഓപ്പോസിറ്റാണ് പറയണത്, അതിനെ മനസ്സിലാക്കൂ എന്നൊക്കെയാണ് പറയണത്. ഇനി അടുത്ത് അരുൺ കമൽ എഴുതിയ ഉമ്മീദ്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അല്ലെങ്കിൽ ആശ. കവി പറയാണ്, ആൾക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല വെള്ളപ്പൊക്കം വന്നതിന് ശേഷവും ആൾക്കാർ എന്തുകൊണ്ടാണ് ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാണ്ട് അവിടെ തന്നെ നിൽക്കുന്നതെന്ന്. സമുദ്രത്തിൽ തൂഫാൻ, കൊടുങ്കാറ്റ് വരുന്നു, ഈ സുനാമി, വെള്ളപ്പൊക്കം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു, ചുഴലിക്കാറ്റ്. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം വീടുകളും എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ ഒഴുകിപ്പോവാണ്, മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്. എന്നാൽ പിന്നെ അവർ തിരിച്ചു വരുന്നു. ഇങ്ങനെ എന്തൊക്കെ വന്നാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവരെന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകാണ്ട് അവിടെ തന്നെ വരുന്നത്? ഇത് കവിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ വർഷവും വേനൽക്കാലം വരുന്നു, എല്ലാ വർഷവും വരൾച്ച വരുന്നു, ദാരിദ്ര്യം വരുന്നു. അതായത് ഈ വരൾച്ച, ആ സമയത്ത് ഫുഡും ഹരിയാരി ഒക്കെ അന്വേഷിച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് പോകേണ്ടി വരുന്നു. ഭൂമി ഇങ്ങനെ പിളർന്നു പോകുന്നു. പക്ഷെ എന്നാലും എന്ത് പ്രതീക്ഷയിലാണ് ഈ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുന്നത്, തിരിച്ചവിടെ തന്നെ പോകുന്നത്? നാളെയും വെള്ളപ്പൊക്കം വരും, നാളെയും ഈ തൂഫാൻ വരും, അകാല് വരും. ഇന്ന് വരെ കവിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കവി പറയാണ്, കവിക്ക് മനസ്സിലാവുന്നില്ല. വൃക്ഷത്തിൽ നിന്ന് എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകുമ്പോൾ, ഇലകളൊന്നും ഇല്ലാണ്ടാകുമ്പോഴത്തേക്കിനും ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണം. അതായത് മരത്തിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി, മരത്തിലെ ഇലകളൊന്നും ഇല്ല, അതെല്ലാം കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്ത് കിളികൾ വളരെ ദൂരത്ത് നിന്ന് തന്നെ ചിറകടിച്ച് വന്നിട്ട് ഈ ഇലകളില്ലാത്ത ബ്രാഞ്ചസിലേക്ക് വന്ന് അതിൻ്റെ കൂടുകളിലേക്ക് വന്ന് കയറുകയാണ്. പക്ഷേ കവിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. എന്നിട്ട് കവി ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? ഇന്ന് വരെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതായത് ഒരു ഉമ്മീദ്, തിരിച്ച് ഇലകൾ പിന്നെയും വരുമെന്ന പ്രതീക്ഷയിലാണ് തൻ്റെ കൂടുകളിലേക്ക് തിരിച്ച് ഈ പക്ഷികൾ വരുന്നത്. അതുപോലെ ഈ വെള്ളപ്പൊക്കം, വരൾച്ച, തൂഫാൻ എല്ലാം ഉണ്ടാകും. പക്ഷെ അതെല്ലാം മാറി നല്ലൊരു ദിനം വരുമെന്ന പ്രതീക്ഷയിലാണ് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈഫ് തന്നെ മുന്നോട്ട് പോകുന്നൊരു പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷയില്ലെങ്കിൽ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും? ഈ ഒരു ആശയമാണ് ഇവിടെ ഈ ഉമ്മീദ് എന്ന പോയത്തിൽ അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് മഹേന്ദ്ര ഭട്നാഗർ എഴുതിയ നൈനാരി എന്ന് പറയുന്ന പോയമാണ്. ഈ നൈനാരിയിലും നാരി വിമർശമാണ്.
സ്ത്രീ വിമർശമാണ്. ഇതിൽ കവി പറയാണ്, നീ ആരുടെയും പുരുഷൻ്റെ ഒരു വാങ്ങിക്കാനും വിൽക്കാനുള്ള ഒരു വസ്തുവല്ല. നീ ആത്മാവില്ലാത്ത ദാസിയല്ല, ബുദ്ധിയില്ലാത്ത ഹീനയായിട്ടുള്ള ഒരു സേവിക ദാസയല്ല, ഒരു ഹൃദയമില്ലാത്ത പാവക്കുട്ടിയല്ല. കാലാകാലങ്ങളായി പുരുഷൻ്റെ കാലിനടിയിൽ കിടക്കുന്ന ഒരു കാലിലെ ചെരുപ്പല്ല നീ. ചില സമയത്ത് ചെരുപ്പായിട്ട്, ചില സമയത്ത് പുരുഷന് എൻജോയ് ചെയ്യാനുള്ളൊരു വസ്തുവായിട്ട്, വെറുമൊരു വസ്തുവായിട്ട്. അതിനുള്ള ആരുമല്ല നീ ഒരു വസ്തുവല്ല, ചെരുപ്പല്ല, ഒരു സേവികയല്ല. നീ കംസോർ, വീക്കല്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, അശക്തയല്ല. നിനക്ക് പൂക്കളുടെ കിടക്ക ആവശ്യമാണ്, നിനക്ക് അതൊക്കെ ആവശ്യമില്ല, പൂക്കളുടെ കിടക്ക ആവശ്യമില്ല. മഹാധാർ എന്ന് പറഞ്ഞാൽ, അതായത് നീ കുലത്തിൻ്റെ മഹിമ അറിയിക്കാനുള്ള ആരുമല്ല, കുലത്തിൻ്റെ ശോഭ മുന്നേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വസ്തുവോ ഒന്നുമല്ല, ഒരു നിലവിളക്കോ അങ്ങനൊന്നുമല്ല. കുലത്തിൻ്റെ ശോഭ കൊണ്ടുപോകണം, നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ മഹിമ ശോഭ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നീ അതിനുള്ള വസ്തുവല്ല. നീ ഇപ്പോൾ അന്യായത്തിൻ്റെ പാത്രമല്ല, പുതിയ ശക്തിയാണ്, പുതിയ സാഹസമാണ്, പുതിയ സമൂഹം നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഈ സ്ഥലം, നിനക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്, എല്ലാം നിൻ്റെയാണ്. നീ ഇന്ന് ഫ്രീ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, നിനക്ക് കൈകളുണ്ട്. നീ ആരുടെയും കീഴിൽ നിൽക്കേണ്ടവളല്ല. നീ സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ആരുടെയും കൂടിനുള്ളിലല്ല. ഇനി ഒരിക്കലും ആത്മിക്ക്, പുരുഷന് നിൻ്റെ ശരീരമോ മനസ്സോ കൈയടക്കി വയ്ക്കാൻ പറ്റത്തില്ല. അത് നിൻ്റെയാണ്. ഒരിക്കലും ഒരു മനുഷ്യന്, ഒരു ആത്മിക്ക് അത് അവൻ്റെ വശത്ത് വയ്ക്കാൻ പറ്റത്തില്ല. നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും നിൻ്റെ നിയന്ത്രണത്തിലാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വായുണ്ട്, നിനക്ക് പറയാനുള്ളത് നീ പറയൂ. തുടർന്ന് കവി പറയാണ്, നീ പറയൂ, നിനക്ക് വായുണ്ട്, നീ പറയൂ, ഈ ലോകത്തോട് നീ പറയൂ. കോടിക്കണക്കിന് യുവാക്കളുടെ ആരുടെയും നീ പ്രഭുവല്ല, നീ അവരുടെ സുഹൃത്താണ്. നിനക്ക് നിൻ്റെ സ്നേഹം, അവരുടെ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കാൻ നിനക്ക് താല്പര്യമില്ല. നീ ഇങ്ങനെ ബന്ധനങ്ങളിൽ കിടക്കേണ്ടവളല്ല എന്ന് നീ പറയൂ. ഇതിൽ ഈ നാരീ വിമർശമാണ്. സ്ത്രീ അവളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഫൈൻഡ് ചെയ്യുകയും അതിനുവേണ്ടി ശക്തമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ പറയണത്. അടുത്തതായിട്ട് മദൻ കശ്യപ് എഴുതിയ ബൂക്ക് കാ കോറസ്, വിശപ്പിൻ്റെ വിളി. ഇവിടെ കവി പറയാണ്, ഒരു മൃഗമായിരുന്നെങ്കിൽ വിശപ്പ് തോന്നുമ്പം പോവും, അപ്പോൾ പ്രകൃതി തനിക്ക് മുന്നിൽ ഭക്ഷണം വച്ചിട്ടുണ്ട്, അപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. പക്ഷേ ഒരു മനുഷ്യനാണ് താൻ, തൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് എവിടെയാണെന്ന് അറിയത്തില്ല. ഒരു മനുഷ്യനാണ്, അപ്പോൾ അസുഖം, ആരോഗ്യത്തിൻ്റെ പങ്ക് എവിടെയാണെന്ന് അറിയത്തില്ല, അസുഖങ്ങൾ വരും. താൻ നിസ്സഹായനാണ്, തൻ്റെ ജീവിതത്തിൻ്റെ പങ്ക് എവിടെയാണെന്ന് അറിയത്തില്ല. കവി ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പങ്ക്, എവിടെയാണ് ആരോഗ്യത്തിൻ്റെ പങ്ക്, എവിടെയാണ് എൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് എന്നൊക്കെ. ഒരു മൃഗമാണെങ്കിൽ പ്രകൃതി എല്ലാം കൊടുക്കും, പക്ഷെ മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കണം. ജീവിതം ഇങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിതത്തിൻ്റെ യുദ്ധം, ജീവന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനെ പറ്റിയിട്ടും യാതൊരു നിർണയവുമില്ല, അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂത്രശാലിയാണെങ്കിൽ മറ്റുള്ളവരുടെ ഭക്ഷണത്തിൻ്റെ പങ്ക് അത് തട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ തൻ്റെ സ്വന്തം ഭക്ഷണം അതുപോലും സംരക്ഷിക്കാൻ പറ്റത്തില്ല. വയറ് നിറയ്ക്കാനുള്ള പോരാട്ടത്തിൽ നിന്നാണ് ഈ നാഗരികത, മോഡേണിസം ഒക്കെ തുടങ്ങിയത്. കുറച്ച് ആൾക്കാർ ഈ വയറ് നിറയ്ക്കാനുള്ള പോരാട്ടം അത് മാറി മോഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ക്രൂരമായിട്ടുള്ള ഭാവങ്ങളൊക്കെ വന്നു. ഇന്ന് ദഹനക്കേടിന് ഉള്ള മരുന്നുകൾ മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിരാലംബരുടെ പാത്രങ്ങൾ അതേസമയം നിരാലംബരുടെ പാത്രങ്ങളിൽ റൊട്ടികൾ, ഭക്ഷണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം ദഹനക്കേടിൻ്റെ മരുന്ന് ഒരു സൈഡിൽ കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു സൈഡിൽ കൂടി ഈ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാലാക്കി സൂത്രശാലികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ഏൺ ചെയ്യുന്നു. ഇപ്പോഴത്തെ സൈഡിൽ കൂടി പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ ദയനീയമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ
ഈ ഒരവസ്ഥയിൽ വിശന്ന രാംദാസ് എവിടേക്ക് പോകും? ചോദിക്കാൻ അറിയാത്തവൻ ഈ ജീവൻ്റെ ഈ എല്ലായിടത്തും തോറ്റുപോയിരിക്കുകയാണ്. ഈ തണുത്ത കഠോരമായിട്ടുള്ള വാതിലുകളുള്ള ഈ പ്രാകൃത ഇമാരത്ത് എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്സുള്ള ഈ ഒരു സിറ്റിയിൽ വിശപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പൊക്കം പോലെ. ആ ഒരു വിശപ്പിൻ്റെ വെള്ളപ്പൊക്കത്തിൽ വിശപ്പിന് വേണ്ടിയിട്ട് വിശപ്പ് തീർക്കാൻ ഭക്ഷണം കണ്ടുപിടിക്കാനുള്ള വഴികൾ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സൈഡിൽ കൂടി വിശപ്പ്, ദാരിദ്ര്യം ഒക്കെ വർദ്ധിച്ച് ഒരുപാട് ആൾക്കാർ ഭയങ്കര ദയനീയ അവസ്ഥയിലേക്ക് പോകുന്നു. എന്നാൽ മറ്റൊരു സൈഡിൽ ഒരുപാട് പേര് ഇവരുടെ മേളിൽ നിന്നിട്ട് ഉയർന്നുയർന്ന് അത്യാഗ്രഹത്തിലെല്ലാം ഓവറായിട്ടിങ്ങനെ നേടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.